ഹലോ, ചെറിയൊരു പാക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ എങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നതെന്നൊന്ന് കാണിക്കുവാണ് കേട്ടോ. അതായത് ഇപ്പോൾ നിറച്ച് പൂക്കളായിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അയക്കാൻ ഭയങ്കര സന്തോഷമാണ്. നിറച്ച് പൂക്കളാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കണം എന്ന് തോന്നി. ഒരു പ്ലാന്റിൽ തന്നെ 5 6 പൂക്കൾ, മുട്ടുകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് എല്ലാ പ്ലാന്റ്സും. മിക്കപ്പോഴും നമ്മൾ പൂക്കളായിട്ട് അയച്ചു കൊടുക്കാനാണ് ശ്രമിക്കാറ്. ഒരുപാട് ഓർഡറുകളൊക്കെ ആയി കഴിയുമ്പോഴാണ് കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ട് നമ്മുടെ പ്ലാന്റ്സിലെ പൂക്കളൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത കുറച്ച് പേർക്കുള്ള പാക്കിങ് നമ്മൾ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പെൻഡിങ് അയക്കുന്നത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട്. അപ്പോൾ അങ്ങനെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു റോസ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സ് എല്ലാം. ഒരുപാട് പൂക്കളുണ്ട്. നല്ല കത്തറ വെയിലാണ്. എന്നാലും ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്ത് നിർത്തിയേക്കുവാണ് ഇവരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും നാളിപ്പോൾ ഇത്രയും കത്തിക്കരിയുന്ന വെയിലായിട്ടും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു. ഇതിന് മുന്നേയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൽ ചെറിയ വാട്ടവും ഇല പഴുത്തു പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇവരെന്താണ് ഇങ്ങനെ ഉഷാറായി നിൽക്കുന്നത്? ചിലപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം, എൻ്റെ നന കൊണ്ടായിരിക്കാം, ഞാൻ നനയ്ക്കുന്നതിൻ്റെ ആ ഒരു ഇത് കൊണ്ടായിരിക്കാം. ശരിക്കും അവർക്കൊരു ആശ്വാസം കിട്ടാനായിട്ട് ഓസൊക്കെ നല്ല പൊക്കി പിടിച്ച് മഴ പെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ നനച്ചൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടോ, നമ്മളെ പാക്കിങ്ങിനായിട്ട് എടുത്തേക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇലകളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാക്കിങ്ങിൽ അത്യാവശ്യം ഈർപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെടികൾ അയക്കാനാണ് ശ്രമിക്കുന്നതും. ഇത്രയും ചൂടത്ത് നമ്മുടെ കാർട്ടൺ ബോക്സിൻ്റെയൊക്കെ ഉള്ളിലിരുന്ന് ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം വെള്ളം നല്ല രീതിയിൽ തന്നെ അവർക്ക് സ്റ്റോർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത്. ചകിരിച്ചോറിലാണ് നമ്മുടെ പ്ലാന്റ്സ് അയക്കാറ്. ചകിരിച്ചോറ് ഇപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയാലും DTDC നിങ്ങൾ അയക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ നമുക്ക് DTDCയിൽ വരും. കാരണം കുറച്ച് വെയിറ്റ് കൂടിയാലും പ്ലാന്റ്സിൽ ആ ഒരു ഈർപ്പം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചകിരിച്ചോറ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ വാടി തണ്ടിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ അത്യാവശ്യം വലിയ പ്ലാന്റ്സാണ് നമ്മുടെ ഗാർഡനിൽ കൊടുക്കാറ്. അപ്പോൾ ആ ഒരു അതായത് അത്യാവശ്യം നമ്മുടെ ആ ജലാംശം ശേഖരിച്ച് വെക്കാൻ കെൽപ്പുള്ള തണ്ടോട് കൂടിയ റോസ് പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പാക്കിംഗ് ഏകദേശം കഴിഞ്ഞ ഒരു പ്ലാന്റ് ആണിത്. നിറച്ച് പൂക്കളാണ്. നന്നായിട്ട് കവറൊക്കെ ചെയ്ത് പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് അതിനോട് നിൽക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കിങ്ങനെ പാക്ക് ചെയ്തിട്ട് ആ ഒരു സംഭവം കാണാനായിട്ട്. ഇത് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ്സ് ഓർഡർ ചെയ്തേക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ അത്ര കൊറിയർ ചാർജ് വാങ്ങിയിട്ടില്ല. എങ്കിലും നല്ല വെയിറ്റിലാണ് ആ പാക്കിങ് വരുന്നത്. നല്ല ഹൈറ്റിലും വെയിറ്റിലൊക്കെയാണ് നിങ്ങൾക്ക് ആ പാക്കിങ് കിട്ടുന്നത് കേട്ടോ. അപ്പം പ്ലാന്റ്സ് വാങ്ങി കയ്യിൽ കിട്ടുന്നവർ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ റെഡ് റിച്ച് റോസിൻ്റെ പ്ലാന്റ് ആണ്. വേര് കണ്ടോ, നല്ല ഫ്രഷ് റൂട്ട്സ് ഒക്കെ ഉണ്ട് അതിൽ. ഒരു വേര് പോലും പൊട്ടിപ്പോകാണ്ട് അത്രയും കെയർ ചെയ്ത് സമയം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യണം. വേറെ ഒന്നുമല്ല, കുറച്ച് കെയറിങ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ഈ ഒരു കാലാവസ്ഥ ഭയങ്കര ചൂടും കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ എത്ര റൂട്ട്സ് അവരുടെ കയ്യിൽ ഡാമേജ് ആകാണ്ടിരിക്കണം അത്രയും അവർ ആ ഒരു ഈർപ്പമൊക്കെ നിലനിർത്തി നിങ്ങളുടെ കൈകളിലെത്തും. കണ്ടോ എത്ര ഫ്രഷ് ആയിട്ടുള്ള, അതിൽ ആ ഒരു എന്താ പറയുക, ബ്ലാക്ക് കളറിലല്ല, അതല്ലാണ്ട് കാണുന്ന റൂട്ട്സാണ് നമ്മുടെ ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന റൂട്ട്സ് എന്ന് പറയുന്നത്. ആ ഒരു ഈർപ്പമൊക്കെ വലിച്ച ചെടിയെ സംരക്ഷിക്കുന്ന റൂട്ട്സ്. അപ്പോൾ അതിന് ഡാമേജ് വരാണ്ട് നോക്കണം. അപ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു റോസ്, റെഡ് റിച്ച് റോസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വലിയ പൂക്കളുള്ള ഒരു റോസാ ചെടിയാണ്. നമുക്കിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. 180 രൂപയാണ്. വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്, അതാണ് 180 രൂപയ്ക്ക്. നമുക്ക് നോർമൽ സൈസിലുള്ള പ്ലാന്റ് ആണ് 120, 100 എന്ന ഈ നിരക്കിലൊക്കെ കാറ്റലോഗിൽ കൊടുക്കുന്നത്. എങ്കിൽ പോലും 100 രൂപയുടെ യെല്ലോ റോസ് പോലും നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറയുമ്പോൾ ചെറിയ റോസ് നോർമൽ സൈസ് എന്നൊക്കെ പറയണമെന്നേ ഉള്ളൂ. എങ്കിലും നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇത് ഇപ്പോൾ 100 രൂപയുടെ റോസ് എന്തോരം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതും ചെറിയ പോട്ടിലുള്ളതാണ്. കവർ
കളറല്ല എങ്കിലും നമ്മൾ 100 റേറ്റ് ഇട്ടേക്കുന്നത്. നല്ല യെല്ലോയാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്കൊക്കെ ഓർഡർ ചെയ്യാം. ഇത് റെഡ് റിച്ച് റോസിൻ്റെ വലിപ്പമുള്ള മദർ പ്ലാന്റ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്കിത് ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത്. ഈ ഒരു സൈസിലാണെങ്കിൽ കുറച്ച് ഇത് റേറ്റ് ഉണ്ട്. ഇതിൻ്റെ കുറച്ചൊരു പൊടിക്ക് ഹൈറ്റ് കുറഞ്ഞതാണ് 180 നമ്മൾ സെയിൽ ചെയ്തത്. നല്ല പ്ലാന്റ് ആണ്. നമ്മൾ വേറെ ഒന്നും അധികം അതായത് വെയിറ്റ് കൂടുമല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ മണ്ണോ ഇതൊന്നും കുറയ്ക്കാറില്ല കേട്ടോ. എല്ലാം നല്ല രീതിയിൽ വെച്ചിട്ടാണ് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതൻ റോസൊക്കെ നമ്മൾ ഇപ്പോൾ പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുവാണ്. കയ്യിലുള്ളത് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് പ്രീ ഓർഡറിലോട്ടായിരിക്കും പോകുന്നത്. ഏതൻ റോസ് പീച്ച് കളറ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് പീച്ച് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രീ ഓർഡറിൽ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏതൻ റോസിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പ്രീ ഓർഡറിലെ കാലയളവ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ യെല്ലോ ക്ലൈമ്പിംഗ് റോസ്, റെഡ് ക്ലൈമ്പിംഗ് റോസ് ഒക്കെ ഓർഡർ ചെയ്തവരുണ്ട്. ആ ഒരു പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം അതിന് മുന്നേ തൊട്ട് നമുക്ക് പെൻഡിങ് ഉള്ള പാക്കിങ്ങുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനിടയിൽ പോകുന്നത്. ക്ലൈമ്പിംഗ് റോസ് ഓർഡർ ചെയ്തവർ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റോക്ക് വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പാക്കിങ്ങിനായിട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ്. നമ്മൾ കുറച്ച് പുറത്താണ് നമ്മുടെ റോസ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വേര് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുവാണ് കേട്ടോ. കണ്ടോ എന്ത് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇരിക്കുന്നത് നോക്കുന്നത്. ഡാൻസിങ് റോസ് ആണ്. ഈ റോസൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 180 ഡാൻസിങ് റോസിൻ്റെ റേറ്റ്. അതനുസരിച്ച് ബ്രാഞ്ചസൊക്കെ ഉള്ള ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുള്ള പ്ലാന്റ്സ് ആണ്. പൂക്കളും മൊട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ്. കണ്ടോ പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് ഡാൻസിങ് റോസിൻ്റേത്. നമ്മൾ കവർ റോസൊക്കെയാണ് 120 രൂപ റേറ്റ്, 150 രൂപ റേറ്റിലൊക്കെ സെയിൽ ചെയ്യുന്നത്. പോട്ടിൽ വരുന്ന റോസ് 180 തൊട്ട് പിന്നെ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതെ ഈ ഒരു റോസൊക്കെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാം. ഇനി ഒരുപാടൊക്കെ നമുക്ക് ഓർഡർ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും. നല്ല അടിപൊളി റോസാണ്. ഡാൻസിങ് റോസ് എന്ന് ഞാനിട്ടിരിക്കുന്ന പേരാണ്. കാരണം ഇവർ നല്ല അടിപൊളിയായിട്ട് കാറ്റത്ത് കിടന്ന് ആടിക്കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിളിക്കുന്ന പേരാണ് കേട്ടോ ഡാൻസിങ് റോസ് എന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറ്, പിന്നെ ഡബിൾ പെറ്റൽസ് ആയിട്ട് നിൽക്കുന്നതാണ്. ശരിക്കും ഒരു ചിത്രശലഭം പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ബട്ടർഫ്ലൈ റോസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിലും സുന്ദരിയാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ചെറിയൊരു പാക്കിങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഹൈബ്രിഡ് ഡിലൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. എല്ലാം നല്ല ഉഷാറായിട്ട് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അത്രയും നല്ല വളർന്ന അടിപൊളി പ്ലാന്റ്സ് ആണ് ഹൈബ്രിഡ് ഡിലൈറ്റ് അല്ലെങ്കിൽ ഡബിൾ ഡിലൈറ്റിൻ്റെ ഇത്. അപ്പോൾ ഈ പൂക്കളൊക്കെ എനിക്കൊന്ന് ഒരു 2 ആഴ്ച കൂടുതലായി തോന്നുന്നു ഈ പ്ലാന്റ്സിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അവരുടെ നിറമൊക്കെ ഒന്ന് മങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും കാണാൻ നല്ല അടിപൊളിയാണ്. എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവാം ഡബിൾ ഡിലൈറ്റ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്തവർ ഉറപ്പായും വാങ്ങുക. അത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇത്രയും നല്ല പ്ലാന്റ്സ് ഒന്നും അങ്ങനെ എപ്പോഴും കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഈ റോസൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്ലാന്റ്സ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ അയച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ പ്രീ ഓർഡർ എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗ് സന്ദർശിക്കുക. അല്ലാണ്ട് ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളും നമ്മുടെ കാറ്റലോഗിലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സ്, അത് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ചെറിയ പ്ലാന്റ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ വലിയ പ്ലാന്റ്സ് കണ്ടിട്ട് അയ്യോ ഇത്രയും വലുതാണോ ഇതിൻ്റെ ചെറുത്, അത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇതിലാണ്. ഇൻഡോർ പ്ലാന്റ്സ് നമ്മളതിൽ കൊടുത്തേക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള റേറ്റാണ് കൊടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ സിംഗിൾ ഷൂട്ടൊക്കെ മതിയെങ്കിൽ നമ്മൾ അങ്ങനെ തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചോദിക്കാം. പിന്നെ മദർ പ്ലാന്റ് എന്നും പറഞ്ഞാൽ നമ്മൾ റോസിന് കൊടുത്തേക്കുന്ന റെയർ വെറൈറ്റീസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് കിട്ടുക നല്ല പാടാണ്. ടൈഗർ റോസൊക്കെ നമുക്ക് 120 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. പക്ഷെ അല്ലാണ്ടുള്ള മദർ പ്ലാന്റ് ആയിട്ട് കൊടുത്തേക്കുന്ന റോസുകൾ നമുക്ക് ചെറിയ കവർ അങ്ങനെ കിട്ടാറില്ല. കിട്ടിയാലും പിടിച്ച് കിട്ടാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കാറില്ല കേട്ടോ. കണ്ടോ അതെ ഡബിൾ ഡിലൈറ്റ് അടിപൊളിയാണ്, നന്നായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ നമുക്ക് റെഡ് പിനോക്കിയോൻ്റെ ട്രീ റോസൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. കാരണം കാറ്റലോഗിൽ കൊടുത്തേക്കുന്ന ഒരു നിശ്ചിത സൈസിലുള്ള റോസുകളുടെ ആണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റോസൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
പിന്നെ നമ്മുടെ ചാനലിൽ ഒരു നല്ല മത്സര വീഡിയോ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അതിലധികം ആരും എനിക്ക് തോന്നുന്നു കമൻറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് എടുത്ത് നോക്കട്ടെ ഈ വീഡിയോ കാണുന്നവർ. നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മത്സരത്തിൻ്റെ. ഒരു വലിയ ട്രീ റോസാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും ചാൻസ് കളയാണ്ട് അതൊന്ന് പോയി നോക്കുക, മത്സരിക്കുക. നമുക്ക് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.